മാത്യു കുഴൽനാടൻ MLA ആണ് ഇപ്പോൾ നമുക്കൊപ്പം തത്സമയം ചേരുന്നത്. മാത്യു, ഇന്നലെ താങ്കൾ നടത്തിയിട്ടുള്ള ഒരു പ്രസംഗം, അതിനിപ്പോൾ MV ഗോവിന്ദൻ മാസ്റ്റർ ഒരു മറുപടി പറയുന്നു. എന്താണ് യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ചർച്ചാ വിഷയമാകട്ടെ എന്ന് കരുതിയാണോ താങ്കൾ ആ വിഷയം ഉന്നയിച്ചത്? അല്ല, തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാകട്ടെ എന്ന് പറ്റില്ല. രാഷ്ട്രീയമെന്ന് പറയുന്നത് ഞങ്ങൾ നിരന്തരം ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയമാണല്ലോ. അപ്പോൾ അങ്ങനെ ഉയർന്നു വരുന്ന വിഷയം കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ഇവിടെ ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുമ്പോൾ അവരുടെ ഇടയിൽ നിന്നും വരുന്ന ഒരു വികാരവും പൾസും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ടുകൂടിയാണല്ലോ ഞങ്ങളൊക്കെ പ്രതികരിക്കുക. അങ്ങനെ വന്നപ്പോൾ പൊതുവെ അടിസ്ഥാന ജനവിഭാഗത്തോട്, പ്രത്യേകിച്ച് പിന്നോക്ക ദളിത് വിഭാഗങ്ങളോട് ഈ സർക്കാർ കാണിക്കുന്ന, പിണറായി വിജയൻ സർക്കാർ വിശേഷിച്ച് കാണിച്ചിട്ടുള്ള അവഗണനകളെ എണ്ണി അവരോട് ചെയ്തിട്ടുള്ള അനീതി എണ്ണി പറഞ്ഞ കൂട്ടത്തിൽ രാഷ്ട്രീയപരമായി അവർ ചെയ്ത ഒരു വലിയ അനീതി ചൂണ്ടിക്കാണിക്കുകയായിരുന്നു. കാരണം അതൊരു ഫാക്ച്വൽ സ്റ്റേറ്റ്മെൻറ്റാണ്, അതല്ലാണ്ട് വേറെ ഒരു രീതിയിലുള്ള വളച്ചൊടിച്ച അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ സ്റ്റേറ്റ്മെൻ്റ് അല്ല. അതായത് കേരള മന്ത്രിസഭയുടെ ചരിത്രത്തിലാദ്യമായി പട്ടികജാതി വിഭാഗങ്ങൾക്ക് പ്രാതിനിധ്യമില്ലാത്ത ഒരു മന്ത്രിസഭ ഉണ്ടായത് ഇപ്പോഴാണ്. ഇതൊരു ഡേഞ്ചറസ് പ്രീസെഡൻറ്റ് സെറ്റ് ചെയ്യുന്ന കൂടിയാണ്. പട്ടികജാതി വിഭാഗങ്ങൾക്ക് പ്രാതിനിധ്യമില്ലെങ്കിലും അതൊരു കുറവല്ലെന്നോ, ഇനി അങ്ങനെ ആവാം, ഇനി ആർക്കും വേണമെങ്കിൽ അത് അഡോപ്റ്റ് ചെയ്യാം. അപ്പോൾ ആ ഒരു കാര്യം ഉയർത്തി കാണിക്കണമെന്ന് തോന്നി, അത് ഉയർത്തി കാണിച്ചു, അത് പറഞ്ഞു. അതിന് രാഷ്ട്രീയപരമായ മറുപടി പറയേണ്ടതിന് പകരം നിർഭാഗ്യവശാൽ ബഹുമാനായ CPM സംസ്ഥാന സെക്രട്ടറി എന്നെ വ്യക്തിപരമായി ആക്ഷേപിച്ചു. എനിക്കതിൽ ആക്ഷേപമില്ല. അത് അദ്ദേഹത്തിൻ്റെ പ്രായം കൊണ്ട് വളരെ മുതിർന്ന ആളാണ്, വളരെ പരിണിതപ്രജ്ഞനായിട്ടുള്ളൊരു നേതാവാണ്. അദ്ദേഹത്തിന് അത് പറയാനുള്ള പ്രായം കൊണ്ടും പദവി കൊണ്ടും ഒക്കെയുള്ള വലിപ്പം ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ അതിനോട് പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞത് ഫാക്ച്വലി ഇൻകറക്റ്റായിട്ടുള്ള, പൊളിറ്റിക്കലി ഇൻകറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. അദ്ദേഹം അതിന് മറുപടി പറഞ്ഞാൽ എന്താ, UDF കാലത്തും പട്ടികജാതി മന്ത്രി ഇല്ലാതിരുന്നു. അത് തെറ്റാണ്. അദ്ദേഹം അന്ന് PK ജയലക്ഷ്മി പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ള പ്രതിനിധിയായി മന്ത്രിയായിരുന്നപ്പോൾ SC വിഭാഗത്തിൽ നിന്ന്, അതായത് പട്ടികജാതി വിഭാഗത്തിൽ നിന്ന് AP അനിൽകുമാർ എന്ന മന്ത്രിയായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭയിൽ ത്രൂ ഔട്ട് പട്ടികജാതി വിഭാഗത്തിന്. അപ്പോൾ അങ്ങനെ കള്ളം പറയുന്നത് എന്തിനാണ്, കാപട്യം പറയുന്നത് എന്തിനാണ്? അദ്ദേഹം കള്ളം പറഞ്ഞും ആക്ഷേപിച്ചും ഒരു ഞാൻ ഫാക്ച്വലായി പറഞ്ഞൊരു കാര്യത്തിൽ നിന്നും ഒളിച്ചോടാനാണ് ശ്രമിച്ചത്. പക്ഷേ ചേലക്കരയിലെ ജനങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട്. ഇതിന് CPMന് മറുപടി ഉണ്ടോ, മുഖ്യമന്ത്രിക്ക് മറുപടി ഉണ്ടോ എന്നാണ് ചോദ്യം. ഇത് ബോധപൂർവം CPM ആ പ്രാതിനിധ്യം കുറയ്ക്കുന്നു എന്നാണോ നിങ്ങളുടെ വിമർശനം? അല്ല, ബോധപൂർവം പ്രാതിനിധ്യം കുറയ്ക്കുന്നു എന്നോ ബോധപൂർവം പ്രാതിനിധ്യം കൊടുത്തില്ല എന്നോ പറയേണ്ട അവരാണ്. കാരണം പ്രാതിനിധ്യമില്ല എന്നുള്ളത് നിഷേധിക്കാൻ കഴിയില്ലല്ലോ. ഞങ്ങൾ ആ ഫാക്റ്റേ പറഞ്ഞോളൂ. പ്രാതിനിധ്യം കൊടുത്തിട്ടില്ല എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ പല സാഹചര്യങ്ങൾ നോക്കുമ്പോൾ K. രാധാകൃഷ്ണനെ ഡൽഹിയിലേക്ക് മാറ്റിയതിൽ ആസൂത്രിതമായ അജണ്ട ഉണ്ട് എന്ന് ഞങ്ങൾ മാത്രമല്ല, CPMനകത്തുള്ള ഒരു വിഭാഗം ആളുകൾ സംസാരിക്കുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ ഒരുപക്ഷെ പിണറായി വിജയൻ മാറേണ്ട വന്നാൽ ഒരുപക്ഷെ ഒരു ദളിത് മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടാകുമായിരുന്ന സാധ്യത പോലും ഇല്ലാതാക്കി എന്ന് CPMനകത്തടക്കം പറയുന്നവരുണ്ട്. അപ്പോൾ ഇത് ഞങ്ങൾ മാത്രം പറയുന്ന ഒരു കാര്യം രാഷ്ട്രീയ ആരോപണമായിട്ട് കാണണ്ട. ഇപ്പോൾ ജാതി വിഷയം ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ കൊണ്ടുവരുന്നു, അത് എന്തിനാണ് എന്നാണ് CPM ചോദിക്കുന്നത്? ജാതി വിഷയമല്ലല്ലോ ഇതൊരു. അങ്ങനെ അദ്ദേഹം അതൊരു ജാതി വിഷയമാക്കി അതിനെ പൊളിറ്റിക്കലി ഡൈവേർട്ട് ചെയ്യാൻ നോക്കരുത്. ഞങ്ങൾ പറയുന്നത് കേരളത്തിലെ ഒരു പ്രബല വിഭാഗമായ 14% ജനവിഭാഗം വരുന്ന ആ ജനവിഭാഗം എല്ലാ കാലങ്ങളിലും, എല്ലാ മന്ത്രിസഭകളിലും, എല്ലാ മുന്നണികളിലും ഉണ്ടായിരുന്ന രാഷ്ട്രീയ പ്രാതിനിധ്യം, മന്ത്രിസഭയിലുള്ള പൊളിറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ അതില്ലാതാക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അതൊരു ജാതി, അങ്ങനെ ഒരു ചെറിയൊരു വളരെ ലാഘവത്തോടു കൂടി അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം അപമാനിക്കുന്ന പോലെയാണ് സംസാരിച്ചത്. 4 വോട്ടിന് വേണ്ടി എന്ന് പറഞ്ഞ് അപമാനിക്കേണ്ടവരാണോ ഈ സംസ്ഥാനത്തെ പട്ടികജാതിക്കാർ? അങ്ങനെ പറയും. ഈ CPM കാലാകാലങ്ങളിൽ പട്ടികജാതിക്കാരുടെ പിന്തുണ മേടിച്ച് തെരഞ്ഞെടുപ്പുകൾ ജയിച്ച് അധികാരത്തിൽ വന്ന ഒരു പാർട്ടി 4 വോട്ടിന് വേണ്ടി എന്ന് പറഞ്ഞ് അതുപോലെ ആക്ഷേപകരമായി സംസാരിച്ചത് തന്നെ വളരെ അപലപനീയമായ ഒരു കാര്യമാണ്. ഞങ്ങൾ സംസാരിച്ചത് പൊളിറ്റിക്കൽ റെപ്രസെൻറ്റേഷനെ കുറിച്ചാണ്. അതിനെ സംബന്ധിച്ച് പാർട്ടിയുടെ നിലപാട് എന്താണെന്ന് MV ഗോവിന്ദൻ പറഞ്ഞതായിട്ടാണ് മനസ്സിലാവുന്നത്. മുഖ്യമന്ത്രിയുടെ നിലപാട് കൂടി വ്യക്തമായാൽ ഇനി അവർക്ക് എല്ലാ കാര്യങ്ങളും ഒന്നുകൂടി നല്ല വ്യക്തത വരും. അത് വ്യക്തത വരുന്ന കാര്യം ഇതുപോലുള്ള വിഷയങ്ങളിൽ തെരഞ്ഞെടുപ്പിൽ മറുപടി പറയണല്ലോ, അതിനുവേണ്ടിയല്ല ഞങ്ങൾ ഉന്നയിക്കുന്നത്. ഇപ്പോൾ എന്തായാലും മറ്റന്നാൾ ചേലക്കര പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. ഇതടക്കം വോട്ടർമാരെ സ്വാധീനിക്കുമെന്ന് തന്നെയാണോ? യാതൊരു സംശയവുമില്ല. അതായത് ഈ തെരഞ്ഞെടുപ്പിൽ മറ്റ് വിഷയങ്ങളോടൊപ്പം, അതായത് ജനവിരുദ്ധ സർക്കാരിനെതിരായിട്ടുള്ള വികാരത്തോടൊപ്പം പട്ടികജാതി വിഭാഗങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു വലിയ ഡിസപ്പോയിൻമെൻറ്റ്, അല്ലെങ്കിൽ അവർക്ക് ഉണ്ടായിട്ടുള്ള അവരുടെ പൊളിറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ, രാഷ്ട്രീയ പ്രാതിനിധ്യം നഷ്ടപ്പെട്ടത് ഒരു വൈകാരികമായ വിഷയമായി തന്നെ പ്രതിഫലിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതാണ് ഇക്കാര്യത്തിൽ മാത്യു കുഴൽനാടന് പറയാനുള്ളത്. ഏതെങ്കിലും വ്യക്തിപരമായ വിമർശനങ്ങൾക്ക് മറുപടിയില്ല. പക്ഷേ ഈ പ്രാതിനിധ്യക്കുറവ് ചേലക്കരയിലെ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി തന്നെ മാറും എന്ന പ്രതീക്ഷയാണ് UDF ക്യാമ്പിനുള്ളത്. മാത്യു കുഴൽനാടന് ഉള്ളത്.